മുറുക്ക പിടിക്കേ. അയ്യോ പിടിച്ചോണ്ടിരിക്കുവാ. പിടിക്കോ? അയ്യോ ചേട്ടാ എനിക്ക് ഇത്ര ആരോഗ്യമല്ലേ ഉള്ളൂ. നിനക്ക് മുറുക്ക പിടിക്കാതോ? പിടിക്കാൻ പറയാ മുറുക്ക പിടിച്ചാ മതി. കപ്പിരിപ്പുണ്ട്, വെള്ളം കുടിക്കുന്ന കപ്പ്. അച്ഛനെടുത്ത് കളഞ്ഞു. അച്ഛനൊന്നും കണ്ടേക്ക്. പൊടിയ ഒന്ന് മുറുക്ക പിടിക്കണേ അങ്ങോട്ട്. ഇന്ന് പോയത് ആരോട് വെച്ചിട്ടാടാ കപ്പെടുത്തേ? ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ താഴെയിട്ട് നശിപ്പിക്കരുത് കേട്ടല്ല. അയ്യോ അവൻ കുഞ്ഞൊന്നും അല്ലല്ലോ, അവൻ നോക്കിക്കോളൂന്നേ. നീ കൂടുതൽ പഠിപ്പിക്കരുതേ. എന്താ അവിടെ കാണാ എന്നോ? ഡോണ്ട് മേക്ക് മീ ക്രൈ. നിന്നോട് മര്യാദയ്ക്കല്ലോടി പിടിക്കാൻ പറഞ്ഞത് ആണോ? എന്തു അച്ഛൻ 24 മണിക്കൂർ അമ്മയുടെ വഴക്കിടുന്നേ? അച്ഛൻ അടങ്ങിയിരുന്നൂടെ? കൂടുതൽ എന്തെങ്കിലും പറയല്ല. ചെവിക്കാലടിച്ച് ഞാൻ പൊട്ടിക്കത്തോളാം. മിണ്ടായിരുന്നു കുടിച്ചിട്ട് പോക്കോളാം. എന്നെ ഉപദേശിക്കാൻ വരുന്നത്. ഞാൻ മര്യാദക്കാ പിടിക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ എന്നെ വഴക്ക് പറയുന്നത്? എനിക്ക് പേടിയാ. അച്ഛാ, അമ്മ ഇതിടയ്ക്ക് ഇത്രയും ബോൾഡായോ? ഇല്ലടാ, അത് അച്ഛനല്ലയോ? ഞാൻ ഇല്ലേ അമ്മ. പിടിച്ച് അമ്മേ എന്താ അച്ഛൻ വഴക്ക് പറയും. അയ്യോ ചേട്ടന്റെ വയറിന് എന്താ പറ്റി? ഗ്യാസ് അടിച്ചാ? മോനെ നിനക്ക് ബോധമില്ലയോടാ? ചേട്ടൻ ഗർഭിണിയാന്ന് നിനക്ക് അറിയത്തില്ലയോ? ചേട്ടൻ ഗർഭിണിയോ? ചേച്ചി അല്ലേ ഗർഭിണിയാവുണ്ട്? അതേത് നാട്ടില്? ഏത് നാട്ടിലാടാ പെണ്ണ് ഗർഭിണിയാവുന്നത്? നീ കഞ്ചാവ് അടിച്ച? ചേട്ടാ വേന എടുക്കുന്നു. വാ, ഞാൻ കഞ്ചാവ് അടിച്ചില്ല. ഞങ്ങള് പോട്ടെ, രാത്രിയായി. ഈ സന്ധ്യാസമയത്ത് ഗർഭിണികൾ ഇങ്ങനെ ഒന്നും നടക്കരുതെന്നാ. വാ, മോളെ നോക്കി നടക്കുക കേട്ടോ. രാത്രിയാ? ഇത് പകലല്ലേ? ഇടി നമ്മക്ക് ആങ്കൊച്ച ഉണ്ടാവുന്നെങ്കിൽ ഞാൻ മൃദുലരാജ് എന്ന് പേരിടും കേട്ടോ. ഞാനാണ് പെങ്കൊച്ചെങ്കിൽ രാജ് മൃദുൽ നിടാ. രാത്രിയാ? ഹലോ ഹലോ, KSEBയാണോ? പകല് 11 മണി. ഇതുവരെ ഈ പോസ്റ്റിനകത്ത് ഒരു ലൈറ്റ് ഇട്ടോ? നിങ്ങൾ എന്ത് രാത്രി ഇടാൻ വേണ്ടി വെച്ചേക്കാണോ? നല്ല വെട്ടമുണ്ടല്ലോ, എന്തിനാ ലൈറ്റ്? എടാ വെട്ടമുള്ളപ്പോ ഇല്ലൂടെ പോസ്റ്റിൽ ലൈറ്റ് ഇടണ്ടേ? വെട്ടമില്ലാത്ത പാരിൽ ലൈറ്റ് ഇടുവോ? സാറേ ലൈറ്റ് ഇടുവോ ഇല്ലയോ? മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ. കേരയിൽ പദ്ധതി നാളെ ആരംഭിക്കും. പത്രം തലയിരിച്ച് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം. നിനക്ക് പത്രം വായിക്കാൻ അറിയത്തില്ല. പടയടിച്ച് എന്താണ് ഇറക്കാൻ? നിന്റെ തല തിരിഞ്ഞിട്ടുണ്ടോ? ചുമ്മാതെ പത്രം വായിക്കാൻ സമ്മതിക്കത്തില്ല. കയറിപ്പോ. T20 വേൾഡ് കപ്പിൽ മെസ്സിയും നെയ്മറും നേരിട്ട് കളിക്കും. കാപ്പാട് ബീച്ചിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പരിശീലനം നടത്തി. തിരുവനന്തപുരത്തുള്ള അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പരിശീലനം. തലതിരിച്ച് പകലായിട്ടും വീട്ടിൽ മൊത്തം ലൈറ്റ് ഇട്ടേക്കുന്നു. തലതിരിച്ച് അച്ഛരുന്ന് പത്രം വായിക്കുന്നു. അമ്മയെ അച്ഛനെ വിളിക്കുന്നു, അച്ഛനെ അമ്മയെന്ന് വിളിക്കുന്നു. എന്തോ പഴം മാറ്റിട്ട് പഴത്തൊലി മോനെ, നെല്ലിൻ്റെ അകത്ത് മൊത്തം അരിയായിരുന്നു. ഞാൻ പറക്കിക്കളയായിരുന്നു. തവിട് കുറച്ച് കിട്ടി. ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം തവിട്. മോൻ കഴിക്കണേ. യോ, പെണ്ണിനെ പീഡിപ്പിച്ചെന്നോ? യോ, നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇനി എന്തോ ചെയ്യും? മോള് പുറത്തോട്ട് പോകുമ്പോ ഇനി സൂക്ഷിച്ചു പോണേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയാൻ പറ്റത്തില്ല. ഇതെന്തിനാ നിക്കറിട്ടോണ്ടിരിക്കുന്നത്? പോയി പാൻറ് ഇട്. അതെങ്ങനാ ഇതുപോലുള്ള ഡ്രസ് ഇട്ടോണ്ടില്ലേ പെണ്ണുങ്ങൾ നടക്കുന്നേ? അപ്പൊ പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്ക്
എന്നൊക്കെ ചിലപ്പോ തോന്നിയെന്ന് വരും. ആ ഡോ അങ്ങനൊന്നും പറയാതെടോ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടതല്ലയോ? എടോ തനിക്കും ഒരു മോളല്ലേ ഉള്ളത്, ഇങ്ങനൊന്നും പറയാതെ ദൈവദോഷം കിട്ടും. മോളെ സൂക്ഷിച്ച്. മോളെ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയൊരു ചുരിദാർ എടുത്തിട്ട് മോളെ ഇന്നൊരു കൂട്ടരെ കാണാൻ വരുന്നുണ്ട്. ഇങ്ങനെ കാലുമേ കാല് കയറ്റി വെക്കാതെടി. ചെടി നടാൻ പറ്റിയ സമയം രാത്രി. ഒരു ചെടി നട്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. മുടുക്കനായിട്ട് വളർന്ന് താഴോട്ട് പോട്ടെ. ഇങ്ങോട്ട് പെട്ടെന്ന് വന്നൊന്ന് കേറണി. എന്തുവാ ചേട്ടാ ഒരുങ്ങൊക്കെ വേണ്ടായോ? ഓ ഒരുക്കക്കാരി കുറെ. ഏറെ അങ്ങോട്ട്. ചന്ത പിരിഞ്ഞാലും അങ്ങ് ചെല്ലത്തില്ലല്ലോ. പതുക്കെ പോണേ. ആ ഇരുന്നോ? ഇരുന്ന് മുറുക്ക പിടിച്ചോ? ഒക്കെ പിടിച്ചേക്കോ. ആ സാധനം കൊണ്ടുവച്ചേ. കൊണ്ടുവന്നോ? അവക്ക് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കയറിയതാ. എന്റെ 2 മണിക്കൂറാണ് കളഞ്ഞത്. പിന്നെ എനിക്ക് ഒരുങ്ങണ്ടായോ? ഇതിനെ കൊണ്ടുവന്നകത്ത് വെച്ചേ. നമുക്ക് ഉറങ്ങണം. ഞാൻ എന്നപ്പോ ഇവിടെ കൊണ്ട് കൂട്ടി വെച്ചിട്ടേ. കൂട്ടില്ല. അവളെ കൊണ്ടുവന്ന റൂമിയൊക്കെ നമ്മളില്ലേ കൂട്ടി കിടക്കുന്നേ. എടീ നീ ഈ മൂലയ്ക്ക് കിടക്ക, അച്ഛനമ്മ ആ മൂലയ്ക്ക് കിടക്കാം. ഓ കൊച്ചാലി കിടക്കുന്നു. കൊച്ച കേറ്. ആ മൂലയ്ക്ക് കിടക്കണേ. നിങ്ങൾ മര്യാദയ്ക്ക് പിടിക്കാനല്ലേ ഞാൻ പറയുന്നത്? തിരിച്ചു വന്ന ഇവിടെ ആരാടാ ഈ ആണി അടിച്ചു വെച്ചത്? ഊരാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു വെച്ചേക്കുന്ന ക്ലോക്ക് പോലും അത് ഫിക്സ് ആയിരിക്കോ? എടാ ഊരാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഈ ക്ലോക്ക്. അവനെ അങ്ങനൊന്നും പറയല്ലേ. പൊക്കി അങ്ങ് ഉരിയാൻ പറ്റും ആ രീതിയിലുള്ള ക്ലോക്കാണ്. നിനക്കെന്താ നേരത്തെ അവർക്ക് കൂടെ ആയിരുന്നു നീ ഇങ്ങനത്തെ ആണ്? ചുമ്മാതെ ഞാൻ എന്തിനാ ബാറ്ററി ഇടാൻ വേണ്ടി എടുത്തു. ഇതിന് മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാൻ ആരെങ്കിലും വേറെ വന്ന് പിടിക്കോടി.